കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോകണ്ടേ? എല്ലാവരും വരും കേട്ടോ. ഇന്നിപ്പോൾ ഉദയാസ്തമന പൂജയായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്ക്, അതുപോലെ ഇന്ന് ഉപരാഷ്ട്രപതി വന്നതിൻ്റെ തിരക്ക് എല്ലാം കൂടി. കാരണം 9:30-10 മണി ഒക്കെ ആയപ്പോഴേക്ക് ഉപരാഷ്ട്രപതി വന്നു. അതിൻ്റെ അപ്പോൾ 8 മണി തൊട്ടിട്ട് 10 മണി വരെ തന്നെ അതിൻ്റെ തിരക്കുകളുണ്ടായിരുന്നു. ഭക്തജനങ്ങൾക്ക് ദർശനമൊക്കെ വളരെ പരിമിതമായിരുന്നു. അപ്പോൾ ഉദയാസ്തമന പൂജയുടെ അതും എല്ലാം കൂടി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്ക് തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും തൊഴാനായിട്ട് പോവാം. ആദ്യം തന്നെ ആ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ വന്ന് ആ മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ നമ്മൾ ആ ഗരുഡനെ ഒക്കെ കണ്ട് ഒന്ന് ആലിനെ വലം വെച്ച് നേരെ പോരാൻ. പുതിയ ഗോപുരത്തിൻ്റെ അധികം ഇങ്ങനെ വരുമ്പോൾ 2 സൈഡിലുള്ള വിഗ്രഹങ്ങളൊക്കെ കാണാം. അങ്ങനെ അതൊക്കെ കണ്ട് നേരെ നമ്മൾ വാഹന പൂജയും അതേപോലെ അതൊക്കെ കണ്ട് നേരെ വന്നിട്ട് അത്തിമര ഗണപതിയുടെ അടുത്തേക്ക് വരികയാണ്. അത്തിമര ഗണപതിയുടെ അടുത്ത് വന്ന സുഖമായിട്ട് ദർശനം, മുട്ടറക്കാം. അവിടെ തൊട്ടടുത്ത് തന്നെ തേങ്ങയൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് മുട്ടറക്കാം, തൊടാം. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഗോപുരവാതിൽ കഴിഞ്ഞ് അകത്തേക്ക് പോരുകയാണ്. അങ്ങനെ പോരുമ്പോൾ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കഴിഞ്ഞാൽ നേരെ ആ വലിയ ബലിക്കല്ല് കാണാം. അതിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ കേശവൻ്റെ 2 കൊമ്പുകൾ കാണാം. അതിൻ്റെ നടുക്കായി മഹാലക്ഷ്മീനെ കാണാം. അപ്പോൾ അതൊക്കെ കണ്ട് വാതിൽപ്പടി കയറിയ ഇടത്തെ സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠം കാണാം. അതേപോലെ വലത്തെ സൈഡിലുള്ള തൂണ് കാണാം, നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത. അതൊക്കെ കണ്ട് നമ്മൾ നേരെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ ഇന്ന് കാണാൻ പറ്റുന്നത് കുറേ പാമ്പിൻ്റെ തലകൾ കാണാണ്ട്. പാമ്പിൻ്റെ തലകളുടെ മുകളിൽ ഉണ്ണിയുടെ കാല് കാണാണ്ട്, കാൽപാദങ്ങൾ കാണാണ്ട്, കാൽവളകളുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഒരു ഫണത്തിൻ്റെ മുകളിൽ കാല് വെച്ചിട്ട് ഇടത്തെ കാല് വെച്ച് വലതേ കാലിങ്ങനെ പൊക്കി അന്ന് കാളിയമർദ്ദനാട്ടോ. നല്ല രസമായിട്ടാണ് ചവിട്ടാണ്. കാളിയൻ്റെ പത്തിക്ക് കൊടുക്കുകയാണ് ഓരോ ചവിട്ട്. ഡാൻസ് കളിക്കുകയാണ്, നൃത്തം ചെയ്യുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ പീലി അങ്ങനെ നോക്കുമ്പോൾ അരയിൽ അരമണി കിങ്ങിണിയൊക്കെ ഇങ്ങനെ കാണാണ്ട് പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നോക്കുമ്പോൾ ഒരു കയ്യിൽ, ഇടത്തെ കയ്യിൽ വാലിങ്ങനെ പിടിച്ചിട്ടുണ്ട്, വലത്തെ കയ്യിൽ ഓടക്കുഴലിങ്ങനെ ചാർത്തി വെച്ചിട്ടുണ്ട്. വലിയ വിളിക്കാനുള്ള തയ്യാറെടുപ്പൊന്നുമല്ല. കാരണം എന്താ വെച്ചാൽ നൃത്തം ചവിട്ടുകയാണ്, അല്ലാതെ ഓടക്കുഴൽ വായിക്കല്ല എന്നർത്ഥം. എന്നാൽ സന്തത സഹചാരിയായ ഓടക്കുഴൽ കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ നല്ലൊരു കാഴ്ചയാണ്. പിന്നെ തിരുമുടിമാലകളുണ്ട്. അതേപോലെ കഴുത്തിൽ 5 ഗോപീതിലകം കൊണ്ട് പൊന്നിൻ്റെ അതിൻ്റെ തെളിച്ചെന്താ നല്ല രസമാണ്. ഇങ്ങോട്ട് പുറത്തേക്ക് ഇങ്ങനെ കാണുന്നു. ആ സ്വർണ്ണ വിളക്കിലെ നെയ് വിളക്കിൻ്റെ ആ പ്രഭയും ഭഗവാന്റെ കഴുത്തിൽ വെച്ച 5 ഗോപീതിലകങ്ങളുടെ തിളക്കും കൂടി ഇങ്ങോട്ട് കാണുമ്പോൾ നല്ല രസമാണ്. പിന്നെ തോൾവളകൾ ചാർത്തിയിട്ടുണ്ട്, കാതിൽ ചെവിപ്പൂക്കളുണ്ട്, പീലി തിരുമുടി കെട്ടിയിട്ടുണ്ട്, തിരുമുടി മാലകളുണ്ട്, 2 മാലകളുണ്ട്. തെച്ചിയും തുളസിയും ആയിട്ടുള്ളതും തെച്ചിയും വെളുത്ത പൂവായിട്ടുള്ളതും. അതേപോലെ വലിയ ഒരു ഉണ്ടമാല ഉണ്ട്. വെളുത്ത പൂവിനും തുളസിയും അതേപോലെ തെച്ചിയും കൂടിയിട്ടുള്ള വലിയ നല്ല കനത്തിലുള്ള ഉണ്ടമാല. അങ്ങനെ നല്ല രസമായിട്ടുള്ളൊരു കാഴ്ച. കാളിയൻ പാമ്പിൻ്റെ ദർപ്പം അകറ്റുന്ന ആ ഒരു കാളിയമർദ്ദന രൂപമായിട്ടുള്ള നല്ല ഒരു രൂപമാണ് കളഭം കൊണ്ടുള്ള അലങ്കാരം. അപ്പോൾ എല്ലാവരും നമ്മളിപ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിൽക്കുകയാണ്. എന്നെ ശ്രവിക്കുന്നവരൊക്കെ ഏത് സമയത്താണോ ശ്രവിക്കുന്നത് ആ സമയത്ത് ഭഗവാന്റെ ആ തിരുനടയിൽ നിന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴുകയാണെന്ന് വിചാരിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുക. അങ്ങനെ ആ തൊഴുത് കഴിഞ്ഞു നേരെ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങി നേരെ അഗ്നികോണിലേക്കുള്ള ആ ബലിക്കല്ല് നോക്കി തൊഴുതു. പിന്നെ തിടപ്പള്ളി നോക്കി തൊഴുതു. തിരിച്ചിങ്ങനെ വരുമ്പോൾ നമ്മൾ ചുമരിൻ്റെ മുകളിൽ ആലിലെ കണ്ണനെ നോക്കി തൊഴാം. പിന്നെ സപ്തമാതാക്കളെ കണ്ട് തൊഴുക. പിന്നെ നേരെ വരുമ്പോൾ ഗണേശൻ്റെ അടുത്ത് വരിക. ഗണേശൻ്റെ അവിടെ നിന്നിങ്ങനെ അലങ്കാരം ഇങ്ങനെ ആയി വരുന്നു. ആ കൊമ്പും തുമ്പി കൈയൊക്കെ ആയിട്ട് നന്നായിട്ട് ഇങ്ങനെ ചാർത്തി വരുന്നുണ്ട്. ഇന്നുണ്ട് പീലി.
ഉണ്ണിക്കണ്ണൻ്റെ പീലി ഉണ്ട്, മാലകളുണ്ട്, ധാരാളം അർച്ചന കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തൊഴുത് തൊടാം, പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക, സരസ്വതി ദേവീനെ കണ്ട് തൊഴാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടെ കഴിഞ്ഞ് പിന്നെ ചെറിയ ഗണേശനെയും മായാദേവീനെയൊക്കെ കണ്ട് മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. അതൊക്കെ കണ്ട് ആ മേൽശാന്തിയുടെ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. ഇന്ന് ഉച്ചപൂജ മേൽശാന്തി തന്നെയാണ്, കവപ്രമാരാത്ത് അച്യുതൻ നമ്പൂരിപ്പാടാണ്. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ വാമനരൂപം, അതേപോലെ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപം, ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുത് അനന്തപത്മനാഭൻ്റെ അടുത്ത് വരുമ്പോൾ നിറയെ പൂക്കളുണ്ട്. നിറയെ പൂക്കൾ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. മാല, വലിയ മാലകൾ ചാർത്തിയിട്ടുണ്ട്. അവിടെ വന്ന് തൊഴാം. പിന്നീട് നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കരിച്ചതിന് ശേഷം നേരെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണാം. കണ്ണനെ കാണാം, മുരുകനെ കാണാം. അത് കഴിഞ്ഞ് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ കുങ്കുമമുണ്ട്, ചെറിയ മാലയുണ്ട്. അപ്പോൾ കുങ്കുമമൊക്കെ ചാർത്തിയിട്ടുണ്ട്. ഹനുമാൻ സ്വാമീനെ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം പാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ടു പ്രാർത്ഥിച്ച് ആ രാധാകൃഷ്ണ വിഗ്രഹം കണ്ടു. അതേപോലെ ആ കാളിയമർദ്ദന രൂപം കാണാം. അകത്തും പുറത്തും കാളിയമർദ്ദന രൂപമാണ്. അത് കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കുക. പിന്നീട് കുറച്ച് പടിഞ്ഞാട്ട് മാറിയാൽ താമരക്കണ്ണനെ, കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ ഗ്രില്ലിൻ്റെ അപ്പുറത്തേക്ക് നോക്കിയാൽ മണിക്കിണർ കാണാം. ആ നൃത്താറയിൽ കെടാവിളക്ക് കത്തി നിൽക്കുന്നുണ്ട്, അത് കണ്ട് തൊഴാം. പിന്നെ നമ്മൾ നേരെ കുറുവരമ്മേനെയും അതേപോലെ നാരദരെയൊക്കെ കണ്ട് വസുദേവരെയൊക്കെ കണ്ട് വടക്കേ നടയിൽ കൂടെ പുറത്തിറങ്ങി പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. പിന്നീട് എടത്തരികത്തുകാവിലെ ഭഗവതീനെ കാണാനായിട്ട് പോവാം. അവിടെ നല്ല തിരക്കാണ്, എന്നാലും അതിലെ പോവാം. ഭഗവതിയുടെ അവിടെ എത്തുമ്പോൾ ഒന്ന് കളഭം കൊണ്ടൊക്കെ അലങ്കാരമായിട്ടുണ്ട്. കണ്ണൊക്കെ എഴുതി പൊട്ട് തൊട്ട് നല്ല രസമായിട്ടുണ്ട്. കിരീടമൊക്കെ വെച്ച് അമ്മ നമ്മളെ കാത്തിരിക്കുകയാണ്. ധാരാളം അർച്ചനപ്പൂക്കളുണ്ട്. നല്ല ചുവന്ന തെച്ചി മാല കൊണ്ടുള്ള ആരാധന ഉണ്ട്. അതേപോലെ അങ്ങനത്തെ മാലയുണ്ട്. അപ്പം എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ അമ്മേനെ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുതു. നമ്മൾ നേരെ കുറച്ചിങ്ങോട്ട് പോന്നാൽ ആ കോർണറിലെത്തിയ മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലി മനസ്സിൽ സ്മരിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയി ദർശനം ലഭിച്ച പോലെയാവും. പിന്നീട് നമ്മളിങ്ങനെ വരുമ്പോൾ ആൾരൂപ വഴിപാടും കുന്നിക്കുരുവായിരുന്നതും അങ്ങനെ ആ നെയ്വിളക്ക് കത്തിക്കുന്നതൊക്കെ കണ്ട് നേരെ നമ്മൾ ആ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് ഒരിക്കൽ കൂടി കാളിയമർദ്ദന രൂപത്തെ കാണാം. നമസ്കരിച്ച് പിന്നീട് നമ്മൾ നേരെ കൂത്തമ്പലത്തിൻ്റെ അവിടെ വരുമ്പോൾ കിടാവിളക്ക് കത്തി നിൽക്കണു. അവിടെയും വന്ന് തൊഴുത് അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരാം. അയ്യപ്പസ്വാമീനെയും കണ്ട് തൊഴാം. അവിടെ ഇങ്ങനെ ഗോളക ഇറക്കിയാണ്, ധാരാളം പൂക്കളൊക്കെ ഉണ്ട്. അപ്പോൾ കണ്ട് തൊഴാട്ടോ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ ഭൂതനാഥനെ കണ്ട് തൊഴുതു. അങ്ങനെ നമ്മൾ പ്രദക്ഷിണമായിട്ട് വന്ന പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിൽ വേണുഗോപാലിനെ കണ്ടു തൊഴാം. പിന്നെ കുറച്ചിറങ്ങി നിന്നാൽ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴാം. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്തിറങ്ങി രുദ്രതീർത്ഥത്തെ തൊഴാനായിട്ട് വലം വയ്ക്കാനായിട്ട് നടക്കാം. അങ്ങനെ നടക്കുമ്പോൾ ആ രുദ്രതീർത്ഥത്തിൻ്റെ നടുക്കുള്ള
ഉണ്ണിക്കണ്ണനെ കാണാം, വേണുഗോപാലിനെ, മുരളീധരനെ കണ്ടു തൊഴാം. പിന്നീട് നമ്മൾ അന്നലക്ഷ്മി ഹാളിൻ്റെ അധികം അങ്ങനെ പോകുമ്പോൾ നാരായണാലയത്തിൽ കയറിയിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കാം. ആ പൂന്താനം പൂശിച്ച വിഗ്രഹമൊക്കെ കാണാം. അതൊക്കെ നോക്കി പ്രാർത്ഥിച്ച് നമ്മൾ നേരെ അങ്ങനെ വരുമ്പോൾ ഭഗവതി നടയിലെത്തി ഒന്നുകൂടി തൊഴാം. പിന്നെ നേരെ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ കിഴക്കേ നടയിൽ വന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുക. അപ്പോൾ ഒന്നുകൂടി കാണാം. അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ തെക്കേ നടയിലുള്ള കൂവളത്തെ പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോയി അവിടെ നിന്ന് പ്രദക്ഷിണം ചെയ്യുക. അപ്പോൾ മഹാദേവനെയും അതേപോലെ പാർവതീദേവീനെയൊക്കെ വിചാരിച്ച് പ്രദക്ഷിണം ചെയ്യുക. അപ്പോൾ അവരുടെ ഒരു സംരക്ഷണയും കൂടി നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ അനുഗ്രഹം, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവരിലേക്കും എത്തും. കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് സബിതയുടെ മകൾ നവ്യയ്ക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സോനു, രോഹിണി പരീക്ഷ പാസ്സാവാൻ, പിന്നെ മറ്റു പലരും പറഞ്ഞതൊക്കെ എല്ലാവരും നമ്മളെ കേൾക്കുന്ന എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. അപ്പോൾ ഇനി ചെറിയൊരു കഥ, ഗണപതിയുടെ ഒരു കഥയാണ്. അതായത് ഗണപതിയുടെ ജനനത്തെക്കുറിച്ച് പലതുണ്ട്. അതിലൊരു കഥ, ശിവഭഗവാനോട് വിഘ്നേശ്വരനായ ഒരു കുട്ടിയെ ജനിപ്പിക്കണമെന്ന് ദേവന്മാർ അപേക്ഷിച്ചു. ശിവൻ്റെ ഉഗ്രമായ രുദ്ര തേജസ്സിൽ നിന്നും അതിസുന്ദരനായ ഒരു യുവാവ് ജനിക്കുകയും ചെയ്തു. ദേവകളടക്കം എല്ലാവരെയും മോഹിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു ആ യുവാവിൻ്റെ രൂപഭംഗി. ഇത് കണ്ട് പാർവതിയിൽ സ്ത്രീ സഹജമായ അസൂയ ഉളവായി. പാർവതി ഈ യുവാവിനെ ആനത്തലയും കുടവറയുള്ള ഒരു വികൃത രൂപമായി തീരട്ടെ എന്ന് ശപിച്ചു. ഇത് ശിവന് ഇഷ്ടമായില്ല. ശിവൻ ഉടനെ ആ യുവാവിനെ അനുഗ്രഹിച്ചു. നീ എൻ്റെ പുത്രനാണ്. നിൻ്റെ പേര് ഗണേശൻ എന്നായിരിക്കും. നിനക്ക് മറ്റു ദേവതകളുടെ മേൽ ആധിപത്യമുണ്ടായിരിക്കും. എല്ലാവരും നിന്നെ ആരാധിക്കും. ആരാധിക്കാത്തവർ പരാജയപ്പെടും എന്ന്. ഒരു ഭാര്യ ഭർത്ത് കലഹത്തിനൊടുവിൽ മകന് ആധിപത്യം. അങ്ങനെ ഗണപതി ദേവന്മാരുടെ അധിപതിയായി എന്നാണ് പറയണത്. ചെറിയ കഥയാണ്, കുറവാണ്. അപ്പോൾ എല്ലാവർക്കും കഥയൊക്കെ ഇനി അടുത്ത കഥ നാളെ പറയാം. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ, ഗണേശൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.